ഇതിലൊരു കണ്ണാടി വേറെ വേണം. എത്ര പെർസെൻറ്റേജ് ഇവളിൽ പൗരുഷമുണ്ട്, എത്ര പെർസെൻറ്റ് എന്നിലുണ്ട്, എങ്ങനെ ഇതുമായിട്ട് സാൽമ്യം പ്രാപിക്കും എന്ന് നോക്കിയിട്ട് വിളിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് രണ്ടുപേരൂടെ ജീവിച്ചോളും. അതിനൊരു ലെൻസുണ്ട്, ആ ലെൻസ് പാരമ്പര്യത്തിലേ കിട്ടുള്ളൂ. അത് അക്രിക്കടയിൽ കിട്ടുകയില്ല, വനിതാ സ്റ്റോറിൽ കിട്ടുകയില്ല. കുറയ്ക്കാൻ ശ്രമിക്കാം, പക്ഷെ ചിലപ്പോൾ കൂടും. കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് ചിലപ്പോൾ 2 എണ്ണം കൊടുക്കും. പക്ഷേ തിരിച്ച് കിട്ടിയില്ലെങ്കിലും അവൾ നാട്ടുകാരെ വിളിച്ച് 2 എണ്ണം തരിപ്പിക്കും. അതുകൊണ്ട് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഉള്ള ജീവിതം പോകാൻ. അത് മാറ്റം വരുത്താനുള്ള ശ്രമം അവനവനിലേ മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് കാര്യം എന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് മര്യാദയ്ക്കൊക്കെ പെരുമാറാൻ പറ്റും. മനസ്സിലായില്ല? ഇതാണ് അതിൻ്റെ വഴി. ഇപ്പോൾ അവളിലെ പുരുഷ ഹോർമോണാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അപ്പോൾ അല്പം അടങ്ങി ഒതുങ്ങി ഇരുന്ന് കളയാം. ഇത് കഴിഞ്ഞിട്ട് അവളിലെ സ്ത്രീ ഹോർമോൺ വരുമ്പോൾ 2 എണ്ണം ഞാനും കൊടുത്തേക്കാം. മനസ്സിലായില്ല? ഇങ്ങനെ ഒരുമാതിരി താളത്തിൽ പോവും. ഇതൊന്നും അറിയാതെ ഈ പണിക്ക് പോയത് അല്ല, ഇതൊന്നും അറിഞ്ഞാൽ പോവുകയില്ല. ബെസ്റ്റാകുന്നില്ലല്ലോ. കമ്പാരിറ്റീവ് ആണല്ലോ. വേറെ ആരോ ഉള്ളതിനേക്കാൾ ഭേദപ്പെട്ട പകുതി, മറ്റേ പകുതി വേറെ ആരോ ഉണ്ടെന്നാണ്. അതാ ഭാഷ പോലെ തന്നെയാ മാഷേ. ഇല്ല, ഒട്ടും പ്രാധാന്യം കൂടുതൽ കൊടുത്തില്ല. കാരണം 2 എണ്ണം ഉള്ളതിൽ 2 എണ്ണം, ഒന്ന് രഹസ്യമായുള്ളതും ഒന്ന് പരസ്യമായുള്ളതിൽ രഹസ്യമായുള്ളതിനേക്കാൾ ബെറ്ററായിട്ടുള്ളത് എന്നായിരിക്കണല്ലോ. അല്ലെ പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് അർത്ഥമില്ലല്ലോ. ഭാഷയിൽ തന്നെ ഇതിനുള്ള അർത്ഥമുണ്ട്. കാരണം അവർക്കുള്ളതെല്ലാം പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, സോ മച്ച് സോ ദാറ്റ് ലൈഫ് അറ്റ് ഓൾ ഈസ് എ ടെൻസ് സിറ്റുവേഷൻ. മനസ്സിലായില്ല? ജീവിതം മുഴുവൻ ടെൻഷനാണ്. അത് കുറേ പാസ്റ്റ് ടെൻസ്, കുറേ ഫ്യൂച്ചർ ടെൻസ്, അതിൻ്റെ ഇടയിലൊരല്പം പ്രസൻറ്റ് ടെൻസ്. സോ ടെൻഷൻ ഈസ് ദ പ്രിവെയിലിംഗ് നേച്ചർ. ശരിയല്ല? അതുപോലെ ഭാഷയിൽ തന്നെ ഉണ്ട് ഈ കുഴപ്പം, ഈ വൈകൃതങ്ങളെല്ലാം. അത് പഠിച്ചൊരു പരുവായിട്ടുണ്ട് നമ്മൾ, അല്ലേ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും. അറ്റ് ടെൻഷനിലാണല്ലേ? ഹീസ് അറ്റ് ടെൻഷൻ. പട്ടാളത്തിലായത് കൂടുതൽ. സ്ക്വാഡ് അറ്റൻഷൻ. അപ്പോ നടിത നടാർദ്ധ നടീനട നായക നാടക നാടിത നാട്യരതേ. ഒരു പകുതി നടിയായും മറുപകുതി നടനായും അർദ്ധ നാരീശ്വര സ്വരൂപത്തിൽ വിശ്വലീലയാടി വിലസുന്നവളെ, ലാസ്യ വിലാസവതിയായിട്ടുള്ളവളെ. മഹാഭൈരവനും മഹാഭൈരവിയും, മറ്റേ മുമ്പ് പറഞ്ഞ ആനന്ദലഹരി പഠിച്ചു നോക്കുക. രമ്യ കബർദിനി, മനോഹരമായ ചിഗുരഭാരത്തോടു കൂടിയവളെ. ശൈലസുതേ, ശ്രീ പാർവതി. ഹേ മഹിഷാസുരമർദിനി, ജയ ജയ, ജയിച്ചാലും ജയിച്ചാലും. അപ്പം ജയ ജയ എന്ന് വിശ്വാസികൾ സ്തുതിക്കപ്പെട്ടവളെ, ദിവ്യ നടനത്താൽ ശങ്കരനെയും മോഹിപ്പിച്ചവളെ,
അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രപഞ്ചലീലയാടുന്നവളെ, കറുത്ത കൂന്തലുകളോടുകൂടിയവളും പർവ്വതരാജനന്ദിനിയുമായ ഹേ മഹിഷാസുരനാശിനി, അവിടുന്ന് ജയിച്ചാലും വിജയിച്ചരുളിയാലും. ഐ സുമന 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 സുമനോഹര കാന്തിയുതേ ശ്രുതരജനീ രജനീ 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 രജനീകര വക്ത്രയുതേ സുനയന വിഭ്രമര ഭ്രമര 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 ഭ്രമരാധിപതേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകവർദിനി ശൈലസുതേ. ഐ സുമനഃ സുമനഃ സുമനഃ. അതുകൊണ്ടാണ് അത് ചൊല്ലുമ്പോൾ സുമന സുമന എന്നെടുക്കണം എന്ന് വെച്ചത്. അല്ലയോ അമ്മേ, പ്രസന്ന മനസ്സായ സുമനസ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. അതിലേറ്റവും നല്ല മനസ്സാണ്. അല്ലയോ സുമനസായ, സദാ സർവദാ നന്മ കാണാൻ ആ ദേവിയുടെ അല്പം ഭാവം ഉള്ള ഒരമ്മയ്ക്ക് ജനിക്കണം. അത് നോക്കിയാൽ അറിയാം. വിശ്വാസികളായ പഴയ അമ്മമാർ ശലിക്കില്ല. നിങ്ങൾ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ എല്ലാ അമ്മമാരും ശലിക്കും. പഴയൊരമ്മ തൻ്റെ കുഞ്ഞ് പനിച്ച് കിടക്കുകയാണെങ്കിൽ പോലും കുളിച്ചു വന്ന് ആ പൂജാമുറി കയറി സൗമ്യമായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്ന ആ മകനോട് ഒരല്പം ഭസ്മോ വല്ലവും വാരി തൊടിയിച്ചിട്ട് പറയും, സാരമില്ല മോനെ, ഇടാ സാരമില്ല, പടിഞ്ഞാറ് കാറ്റൂതി എന്നോർത്ത് നീ കിടന്ന് ബഹളമൊന്നും വെക്കാനില്ല. നിൻ്റെ അമ്മയാ പറയും. ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ പരിചയത്തിൽ നിന്നാണ് പറയുന്നത്. നിനക്കൊന്നും പറ്റില്ല എൻ്റെ മോന്. നീ എഴുന്നേക്ക്, ഇരിക്ക്, ഈ കട്ടൻ കാപ്പി ഒരു ഗോതമ്പ് റൊട്ടി മൊരിച്ചതും മുക്കി നീ ഒന്ന് കുടിക്ക്. എന്നിട്ട് നീ ഒന്ന് കിടക്ക്. അമ്മ നിന്നെ പുതപ്പിച്ച് കിടത്തിയിട്ടങ്ങ് പോവും. തിരിച്ചു വരുമ്പോഴേക്ക് നീ ഒന്ന് വേർക്കൂടാതോടെ പോവും. എടാ, ഈ തലവേദനയും ഈ പനിയും ഈ വിഷമവും ബഹളവും എല്ലാം നീ ഒന്ന് ഉറങ്ങുമ്പോഴേക്ക്, ഉറങ്ങി ഉണരുമ്പോഴേക്ക് പോകുന്നടാ ഇതെല്ലാം. ഓരോ ഉറക്കത്തിനുള്ളതേ ഉള്ളൂ എന്നുള്ള ഈ പ്രശ്നമെല്ലാം. എൻ്റെ മക്കളൊന്ന് കിടന്നുറങ്ങും. അവനെ കിടത്തി ആ കാല് തലോടി അവൻ്റെ കണ്ണങ്ങ് അടഞ്ഞു എന്ന് കണ്ടാൽ അമ്മ ഇറങ്ങി അങ്ങ് പോവും. ഇനി ആ കണ്ണ് പതുക്കെ അടയുന്നില്ല എന്ന് കണ്ടാൽ അമ്മ എന്ന അകത്തുനിന്ന് ശകലം ഗോതമ്പ് അരച്ചതെടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് അല്പം പശുവും പാലും ചേർത്ത് മിക്സ് ചെയ്ത് നെറ്റിയിലേക്ക് അങ്ങ് ഇടും. പിടിച്ച് കെട്ടിയ പോലെ അവൻ ഉറങ്ങും. അല്ല, അമ്മ ഉടനെ ഓടിപ്പോയി 4 ഉറക്കഗുളിക മേടിച്ചു കൊണ്ടെന്ന് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അവനിങ്ങനെ പ്രാഞ്ചി നടക്കുകയല്ല. ശരിയല്ല, ശരിയല്ല. നുണയാ പറഞ്ഞേ. ഇത് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ചലിച്ചാൽ തള്ള അതിനേക്കാൾ ബഹളം വെക്കാൻ തുടങ്ങും. ഉടനെ വീട് തിരിച്ചു വെക്കാൻ തുടങ്ങും. ഉടനെ അയൽവക്കക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടാൻ തുടങ്ങും. പരിചയത്തിലുള്ളവരെ എല്ലാം ഫോൺ ചെയ്യും. ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിച്ച് ഒരു മരുന്ന് ചോദിക്കുകയില്ല. ഉടനെ തന്നെ 30 സ്പെഷ്യലിസ്റ്റിനെ വിളിക്കും. കാരണം എല്ലാത്തിൻ്റെയും ഫോൺ നമ്പർ ഉണ്ടാവും ഡയറിക്കകത്ത്. ഇപ്പം മൊബൈലിനകത്ത് കേട്ടിട്ടുണ്ട് സമീപത്തുള്ള എല്ലാ ഡോക്ടർമാരെയും. ആദ്യത്തെ ഒരാളെ വിളിച്ച് ചോദിക്കും. അയാൾ പറയും 2 പാരസെറ്റമോൾ കൊടുക്കാൻ പറയും. അതുകൊണ്ട് കുറവ് കിട്ടിയില്ലെന്ന് അരമണിക്കൂർ കൊണ്ട് തോന്നിയാൽ അടുത്ത ആളിനെ വിളിക്കും. അയാൾ ഉടനെ പറയും വേറെ 2 ടാബ്ലറ്റ് കൂടെ കൊടുക്കാൻ പറയും. ഉടനെ അടുത്തവനെ വിളിക്കും. അവൻ പറയും വേറെ 2 എണ്ണവും കൂടെ കൊടുക്കാൻ പറയും. ഇത് കൊടുത്തിട്ട് വീണ്ടും ആദ്യത്തവനെ വിളിക്കും. കുറയുന്നില്ല. ആ 2 എണ്ണത്തിന് 4 എണ്ണം കൊടുക്കാൻ പറയും. സാധനം രാത്രി 12:30 മണിക്ക് ഡോക്ടറെ വീണ്ടും വിളിക്കും. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾ 4 എണ്ണവും കഴിച്ച് അവന് 2 എണ്ണവും കൊടുത്ത് കിടന്നുറങ്ങാൻ പറയും. കാരണം ഡോക്ടറും മടുക്കും. ഇത് രാത്രി 12:30 മണിക്കാണ്. ഇങ്ങനെ തലയൊന്ന് ചായക്കാവുന്ന വിചാരിക്കുമ്പോഴാണ്
വിളിക്കുന്നു. പകരം ഒറ്റ വാക്ക് പറഞ്ഞാൽ നീ അവിടെ ഉണ്ടോ ഇത് മാറുകയില്ല. നീ അവിടുന്ന് ഇറങ്ങി അങ്ങ് മാറാവോ? ക്ലീൻ. മനസ്സെന്ന് പറയുന്നത് സുമനസ്സല്ല. എന്തിലും ഏതിലും വിദ്യാഭ്യാസം കൊണ്ട് അപഗ്രഥനശേഷി വന്ന് ഋണാത്മകമായി മാത്രം ചിന്തിക്കുന്ന, ദുരന്ത ദുശങ്കകളെ മാത്രം സ്വപ്നം കാണുന്ന ഏതൊരാളെ എടുത്താലും അവൻ്റെ നാളുകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുഴുവൻ വിനാശത്തിൻ്റെയാണ്. അത്രയേറെ പൂർവ്വ പാപങ്ങളുടെ സ്മരണകളാണ് കിടക്കുന്നത്. എനിക്ക് എന്തെങ്കിലും നന്മ വരുമെന്ന് ചിന്തിക്കാൻ പറ്റാത്തവൻ എത്ര പാപിയായിരിക്കണം. മനസ്സിലായില്ല? ഏതൊരു ശബ്ദമാത്രം കൊണ്ടാണോ ആ സമസ്ത പാപങ്ങളും കഴുകിക്കളയുന്നത്, അത്ര സുമനസ്സായ അമ്മയെ അത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് വിളിച്ചാൽ മതി. കാരണം നീ സുമനസ്സാ. ഈ മഹിഷാസുരമർദിനിയെ, നിങ്ങളുടെ മനസ്സിൻ്റെ ആന്തോളനങ്ങളിൽ ഋണാത്മക ചിന്തകളുടെ ഭാരം മാത്രം പേരുന്ന ആ മഹിഷാസുരനെ ആട്ടിയോടിക്കുവാൻ അമ്മയെ ഒന്ന് വിളിച്ചാൽ മതി. അതുകൊണ്ട് അവൾ സുമനസ്സാണ്. അമ്മയെ, സുമനസ്സായിട്ടുള്ളവളെ, സുമനസ്സായ അമ്മേ, സുമനഹ സുമനസുമനഹ. സന്മനസ്സുള്ളവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവളെ. രണ്ടാമത്തെ സുമനസ് സന്മനസ്സുള്ളവർ. സന്മനസ്സുണ്ടാകുന്നത് പണ്ഡിതന്മാർക്കാണ്. പണ്ഡ ആത്മവിഷയ ബുദ്ധി യസ്യ സാ പണ്ഡിതാഹ. വിദ്വാൻമാർക്ക്, പഠിപ്പുള്ളവർക്കല്ല. ആത്മവിഷയകമായ ബുദ്ധി ഉദിച്ചവർക്ക്, അത്തരക്കാർക്ക് സുമനസ്സായിട്ടുള്ള, അത്തരക്കാർക്ക് പൂ പോലെ ആകർഷണീയമായിട്ടുള്ളവളെ, അമ്മേ, നല്ല മനസ്സാർക്കൊക്കെയുണ്ടോ അവർക്കെല്ലാം സമാധാനത്തെ പ്രദാനം ചെയ്യുന്ന വരദയായിരിക്കുന്ന അമ്മേ. 3 സുമനസ്സാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തത് പ്രശാന്തചിത്തയായ അമ്മേ, പ്രസന്നവതിയായ അമ്മേ. പഴയകാലത്ത് സ്വന്തം അമ്മയെ നോക്കിയാൽ ഈശ്വരനെയൊക്കെ തീരുമാനിക്കുക. ഒരു വീട് മാത്രം ഭരിക്കുന്നവൾ ഇത്രയേറെ തലപുണ്ണാക്കുകയും ബഹളം വെക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഇവളെ വിളിച്ചിട്ടൊരു കാര്യമില്ലെങ്കിൽ ഇനിയൊരു ലോകം മുഴുവൻ ഭരിക്കുന്ന ദേവിയെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് തോന്നിപ്പോകും പിള്ളേർക്ക്. മനസ്സിലായില്ല? പഴയത് ആ വലിയ ദേവിയുടെ ഭാവമായി നിന്നുകൊണ്ട് ഭരിക്കുമ്പോൾ അവൾ നല്ല സ്വഭാവവും സന്മനസ്സും ഒക്കെ കാണിക്കുമ്പോൾ, ഇത്രയും കഷ്ടപ്പെടുന്ന എൻ്റെ അമ്മ ഇത്രയും നല്ലവളാണെങ്കിൽ ലോകം മുഴുവൻ ഭരിക്കുന്നവൾ ഇതിനേക്കാൾ എത്ര നല്ലവളായിരിക്കും. മനസ്സിലായില്ല? അങ്ങനെ അതിൻ്റെ താരതമ്യം. ഇപ്പം നന്മ, കർത്തവ്യ കർമ്മങ്ങൾ കൂടും തോറും കൂടണം. ആലസ്യത്തിലിരുന്ന് കർത്തവ്യ കർമ്മങ്ങളെ നോക്കിക്കാണരുത്. അതുകൊണ്ട് സുമനസ്സായ പ്രസന്ന മനസ്കയായ അമ്മയെ, സുമനസ്സുകൾക്ക് പൂ പോലെ ആകർഷണീയമായ ഭാവത്തോടുകൂടി വർത്തിക്കുന്ന അമ്മയെ, വരദയായ അമ്മയെ, സുമനോഹര കാന്തിയുതേ. സുമനസ്സുകൾ ദേവന്മാർ. മൂന്നാമത്തെ സുമനസ് ദേവത്വമുള്ളവർ. അങ്ങനെയുള്ള ദേവാംശ സംഭവന്മാരെ പോലെ സാത്വിക സത്വമുള്ളവർക്ക്, സത്വശുദ്ധന്മാർക്ക് മനോഹരമായ കാന്തിയോടുകൂടി പ്രകാശിക്കുന്ന അമ്മേ, കാന്തിയുതേ.
സുന്ദരിയായിട്ടുള്ളവളെ, ശ്രുതരജനീ രജനീ 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 കരവക്ത്രയുതേ. ശ്രുതരജനി, മഞ്ഞൾ പോലെ മഞ്ഞപ്പുള്ള രജ, പൂമ്പൊടി. ആ പൂമ്പൊടിയോടുകൂടിയ നീരജ, നീരജ ജലത്തിലുണ്ടായ, ജലത്തിൽ ആമ്പലും താമരയും ഉണ്ടാവും. ആ രജനിയോട് സാമ്യം വഹിച്ചു പറയുന്നത് കൊണ്ട് രജനീകരം ആമ്പലാണ്. ആമ്പൽ പോലെ വികസിക്കുന്ന, ആ ആമ്പലിനെ വികസിപ്പിക്കുന്ന ഇന്ദുമുഖിയായിട്ടുള്ളവളെ, ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവളെ, ഉൽപ്രേക്ഷകളുടെയും ഉപമകളുടെയും ഒരു പരമ്പര തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ആ വാക്കിൽ ഉൽപ്രേക്ഷകൾ കൂട്ടിക്കെട്ടിയാണ് പറയുന്നത്. രജനീ ശബ്ദത്തിന് മഞ്ഞൾ എന്നർത്ഥമുണ്ട്. രജനി ശബ്ദത്തിൽ നീരജം വരുമ്പോൾ ആമ്പൽ എന്നർത്ഥമുണ്ട്. അത് ഏതിൻ്റെ കരങ്ങൾ കൊണ്ടാണോ, പ്രകാശരശ്മികൾ കൊണ്ടാണോ വികസിക്കുന്നത്, അത് ചന്ദ്രനാണ്. അപ്പം മഞ്ഞൾ പോലെ മഞ്ഞപ്പാർന്ന പൂമ്പൊടിയോടുകൂടിയ ശുദ്ധമായ ജലത്തിലുണ്ടായ ആമ്പലിനെ ഭൂലമാക്കുന്ന, വിടർത്തുന്ന ചന്ദ്രസമാനമായ മുഖത്തോടുകൂടിയ അമ്മേ. അപ്പോൾ പ്രസന്ന മനസ്സായ അമ്മേ, വിദ്വാൻമാർക്ക് പൂ പോലെ ആകർഷണീയമായ ഭാവത്തോടുകൂടി വർത്തിക്കുന്ന അമ്മേ, ദേവന്മാരെ പോലെ സാത്വിക മനസ്സുള്ളവർക്ക് പ്രശാന്തവതിയായി പ്രകാശിക്കുന്ന അമ്മേ, മഞ്ഞൾ പോലെ മഞ്ഞപ്പുള്ള പൂമ്പൊടിയോടുകൂടിയ ശുദ്ധജലത്തിലുണ്ടായ ആമ്പലിനെ വികസിപ്പിക്കുന്ന ഇന്ദുശോഭയോടുകൂടിയ മുഖമുള്ള അമ്മേ, സുനയന വിഭ്രമര ഭ്രമര 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 ഭ്രമരാധിപതി. തൻ്റെ മനോഹര നേത്രങ്ങളുടെ കണ്ണിണകൾ ചലനം കൊണ്ട് വണ്ടാണോ എന്ന് തോന്നും. ഭ്രമരകാന്തിയെ വെല്ലുന്ന, ഭ്രമരത്തിൻ്റെ പരിഭ്രമണത്തെ വെല്ലുന്ന മനോഹരങ്ങളായ നേത്രങ്ങൾ. അമ്മയുടെ നേത്രങ്ങൾ വണ്ടിണകളോ എന്ന് തോന്നും. ആ നേത്രങ്ങളുടെ പരിഭ്രമണം കൊണ്ട് വണ്ടാണോ എന്ന് തോന്നിക്കുന്ന ഭ്രാന്തിയുണ്ടാക്കി ഭ്രമരരൂപം കൈക്കൊണ്ട് ഭ്രാമരി, ഭ്രാമരി പെൺവണ്ട്, ഭ്രാമരി യോഗവിദ്യ, ശീതളി, ശീൽക്കാരി, തദന്ത സദന്ത ഭ്രാമരി, മക്ഷിക ഭ്രാമരി. ഇതൊക്കെ യോഗ വൃത്തികളാണ്. ആചാര്യന്മാരുടെ അടുക്ക പോയിരുന്ന് പഠിക്കണം. ഭ്രമരം മൂടുന്നത് പോലെ
പ്രാണായാമം കൊണ്ട് ഉച്ചസ്ഥമായിട്ട് അത് കണ്ഠത്തിന് താഴെ നിന്ന് മക്ഷികാരൂപത്തിലെടുക്കുന്നത്, വളരെ ഷ്രില്ലായിട്ടെടുക്കുന്നത്. ഒന്ന് വീട്ടിലിരുന്ന് സാധന ചെയ്യരുത്. ആചാര്യന്മാരെ കണ്ട ഇത് കേട്ടേച്ച് പോയിട്ട് ഒന്ന് പിടിച്ചു നോക്കാമെന്ന് വിചാരിച്ച് പിടിക്കരുത്. അവസാനം ഹൃദയത്തിൻ്റെ ശേഷിയൊക്കെ ചിലപ്പോൾ കുറയും. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല പരിചയസമ്പന്നരായ കൃതഹസ്ഥരായ ആചാര്യന്മാരെ സമീപിക്കണം. അത് പറഞ്ഞു തരാൻ പറ്റിയവരും അതിൽ താല്പര്യമുള്ളവരും നിങ്ങൾ താല്പര്യമുണ്ടായിട്ട് സമീപിക്കണം. അല്ലാതെ അത്ഭുതമൊന്നും കിട്ടാൻ സമീപിക്കരുത്. അതൊക്കെ നല്ല വെള്ളച്ചാട്ടം ഉള്ളിടത്തൊക്കെ പോയിരുന്ന് നല്ല പോലെ ശീലിച്ചാൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും, തർക്കമൊന്നുമില്ല. പക്ഷെ അതിൻ്റേതായ വഴികളുണ്ട്. അതിന് ഭ്രാമരി എന്ന് പറയും. ആ ഭ്രാമരി വിദ്യ കൊണ്ട് എന്നൊരർത്ഥം. ഭ്രാമരി വിദ്യ പ്രയോഗിക്കുമ്പോഴാണ് യോഗമാർഗത്തിലെ ദുർഗമങ്ങളായ എല്ലാ ആസുരി വൃത്തികളും അറ്റുപോകുന്നത്. ഭ്രാമരി രൂപം ധരിച്ചാണ് ദേവി ദുർഗമൻ എന്ന അസുരനെ വധിച്ചതും. രണ്ടർത്ഥത്തിലും പ്രയോഗിക്കാം. ഭ്രാമരി കൊണ്ട് ദുർഗമ അസുരനെ, യോഗസാധനയുടെ വഴിയിൽ ഒട്ടേറെ തടസ്സങ്ങൾ വരും. അതിലെ ദുർഗമാസുരന്മാരിൽ ഒന്നാണ് സിദ്ധികൾ. പതഞ്ജലിയും മറ്റും സിദ്ധികളെ ഔന്നത്യമായി അംഗീകരിക്കുന്നില്ല. വെളിപ്പെടുത്തുന്നതോടെ നഷ്ടപ്പെടുന്നവയും വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആടോപം കൊണ്ട് നിലനിർത്തേണ്ടി വരുന്നവയും വെളിപ്പെടുത്തപ്പെട്ടാൽ പതിക്കുന്നവയും ഒക്കെയായാണ് സിദ്ധികളെ പറയുക. അവയെ കടക്കുന്നത് ഭ്രാമരി കൊണ്ടാണ്. ഭ്രാമരി എന്ന വിദ്യ കൊണ്ട് യോഗമാർഗത്തിന് തടസ്സമായ, യോഗബന്ധാവിൽ വിലങ്ങായ ആസുരി വൃത്തികളെയെല്ലാം ഉന്മൂലനം ചെയ്തവളാണ് ദേവി. ആർദ്ധത്തിലും ഉപയോഗിക്കുക. ആ ദുർഗാമാസുരനെ വധിച്ച ദേവി രമ്യകപർദിനി, ശൈലസുത, മഹിഷാസുരമർദിനി ജയ ജയ. മനോഹരമായ ചുകുരഭാരത്തോടു കൂടിയവളും മാഹിഷനാശിനിയുമായ അമ്മേ, അവിടുന്ന് വിജയിച്ചരുളിയാലും. അപ്പോൾ അല്ലയോ അമ്മേ, പ്രസന്ന മനസ്സായ അമ്മേ, സുമനസ്സായിട്ടുള്ളവർക്ക് പൂ പോലെ ആകർഷണീയമായ ലളിതഭാവത്തോടുകൂടി വർത്തിക്കുന്ന അമ്മേ, ദേവന്മാരെ പോലെ സാത്വിക മനോഭാവമുള്ളവർക്ക് മനോഹര കാന്തിയോടുകൂടി പ്രകാശിക്കുന്ന അമ്മേ, മഞ്ഞൾ പോലെ മഞ്ഞപ്പ് ബാധിച്ച പൂമ്പൊടിയോടുകൂടിയ സ്വച്ഛമായ ജലത്തിലുണ്ടായ ആമ്പലിനെ വികസിപ്പിക്കുന്ന ഇന്ദുസമാനമായ മുഖശോഭയോടുകൂടിയ അമ്മേ, തൻ്റെ മനോഹര നേത്രങ്ങളുടെ പരിഭ്രമണം കൊണ്ട് വണ്ടിൻ്റെ ഭ്രാന്തിയെയുണ്ടാക്കി ഭ്രാമരീരൂപം ധരിച്ച് ദുർഗമാസുരനെ വധിച്ചവളായ അമ്മേ, മനോഹരമായ ജടാഭാരത്തോടും മഹിഷ വിനാശത്തോടും കൂടിയ ഗിരിരാജ കന്യകെ അമ്മേ, അവിടുന്ന് വിജയിച്ചരുളിയാലും.